ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇഷിതിരിയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ല ഗുഡ് മോർണിംഗ് ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. അങ്ങനെ ചിപ്പിമോളും ചക്കിമോളുമായിട്ട് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് സൂരജ്. സൂരജിനെ കണ്ടിട്ട് ആദി ഈ തവനല്ലേ എന്നൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് ആ കൂട്ടുകാരോട് പറഞ്ഞു, ആ ചെറുക്കനെ ഇവിടെ ഒന്ന് കൊണ്ടുവരണം. ഒരു ചേട്ടൻ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി, അവനെ ഒന്ന് പൊക്കിക്കൊണ്ട് വാ, നമ്മൾ സീനിയേഴ്സ് അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സൂരജ് ഇവൻ്റെ ക്ലാസ്സിലല്ല കേട്ടോ, സൂരജ് മറ്റൊരു ക്ലാസ്സിലാണ്. ആ ഒരു സമയത്ത് ഈ പിള്ളേരൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ കൂട്ടുകാരൻ അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറഞ്ഞു, തന്നെ ഒരു ചേട്ടൻ വിളിക്കുന്നുണ്ട്. ചേട്ടനോ? അവിടെ ഒരു ചേട്ടനുണ്ട്, ചേട്ടൻ തന്നെ വിളിക്കുന്നുണ്ട്. അങ്ങനെ സൂരജ് ചെന്നു കേട്ടോ. ആദിച്ചേട്ടനായിരുന്നോ? എന്താടാ എന്നെ പിടിച്ചില്ലേ? നീ എന്താ രണ്ട് ഗേൾസിനെ ചുറ്റിപ്പറ്റി നടക്കുന്നത്? അപ്പോൾ സൂരജ് പറഞ്ഞു, അവരെൻ്റെ സിസ്റ്റേഴ്സാണ്. ആരായാലും അങ്ങനെ ഇപ്പം നീ ഷൈൻ ചെയ്യണ്ട, ഞങ്ങളൊക്കെ സീനിയേഴ്സാ. ഞാൻ പറയുന്നത് കേട്ടോണം. പറഞ്ഞത് മനസ്സിലായോടാ? ദേ എന്നും പറഞ്ഞുകൊണ്ട് ആദ്യയുടെ ഷൂസിൻ്റെ ലേസ് അങ്ങോട്ട് അഴിച്ചിട്ടിട്ട് ഇത് കെട്ടിത്താന്ന് പറഞ്ഞു. പേടിപ്പിച്ചു. അങ്ങനെ ഷൂസ് കെട്ടിക്കൊടുക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് ചിപ്പി മോള് വരുന്നത്. ചിപ്പി ഇത് കണ്ടു കേട്ടോ. ഗുഡ് ബോയ്, ഇതുപോലെ ഞാൻ പറയുന്നൊക്കെ ചെയ്തോണം, നീ പോടാ എന്നും പറഞ്ഞുകൊണ്ട് സൂരജ് അങ്ങ് പോവാണേ. അതങ്ങോട്ട് ആദിക്ക് പിടിച്ചില്ല. ദേഷ്യത്തോടെ ഇങ്ങനെ നിന്നപ്പം ചിപ്പി മോൾ അങ്ങോട്ടേക്ക് വന്നു. സൂരജേട്ടനെ കൊണ്ട് ഷൂ ലേസ് കെട്ടിച്ചതൊക്കെ ഞാൻ കണ്ടു കേട്ടോ. നിന്നെ കൊണ്ട് പോലും ഞാൻ കെട്ടിക്കും. അപ്പോഴാ അവൻ എന്നെ ചീത്ത വിളിച്ചു. ഇത് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യും, നീ വാടാ എന്നും പറഞ്ഞ് ആദ്യ കൂട്ടുകാരന്മാരെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ്. നമ്മുടെ മഹേഷ് അരുന്ധതിയുടെ അരികിൽ ഉണ്ട്. അരുന്ധതി മാഡം മഹേഷുമായിട്ട് സംസാരിക്കുകയാണ്. കേരള ചാപ്റ്റേഴ്സ് വിൽക്കുന്നതിനെക്കുറിച്ചുള്ള ആദിയിലാണ് നമ്മുടെ മഹേഷ്. പക്ഷേ താൻ അതേക്കുറിച്ച് ഓർത്ത് പേടിക്കുക വേണ്ട. തന്നെ ഞാൻ ആദ്യം ഒരു മലയാളി എന്ന രീതിയിലാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ തൻ്റെ ഹാർഡ് വർക്ക്, താൻ കാരണം കമ്പനിക്കുണ്ടായ ഒരുപാട് ലാഭങ്ങൾ, ഇതെല്ലാം ഓർത്തിട്ടാണ് സപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറ്റൊരു കാര്യം കൂടി ഉണ്ടെന്നേ, നമ്മൾ ഫാമിലി പോലെ ആയല്ലോ. തന്നെ ഞാൻ വിളിച്ചു വരുത്തിയത് കമ്പനിക്കാരി സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. തികച്ചും സ്വകാര്യമായ കാര്യം. സ്വകാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുഗ്രഹയെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫ് ഹിസ്റ്ററി പൂർണ്ണമായിട്ട് മഹേഷിന് അറിയാമെന്ന്. കാരണം അവളെ ഞാൻ ഒറ്റയ്ക്കാണ് വളർത്തിയത്. അവൾക്ക് ആ ഒറ്റപ്പെടൽ അറിയാതിരിക്കാനായിട്ട് അവൾക്കൊരു ഫ്രണ്ട്സ് വലയം തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആൾ തന്നെയായിരുന്നു വിനോദ്. അപ്പോഴേക്കും അനുഗ്രഹം വരികയാണ് കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നില്ലേ, നിങ്ങൾ ഒഫീഷ്യലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ കഴിയട്ടെ എന്ന് കരുതി. ഞാൻ നിൻ്റെ കാര്യം സംസാരിക്കുകയായിരുന്നു. ഞാൻ നിൽക്കണോ അതോ പോണോ? നിന്നോളൂ, സംശയങ്ങൾ നിന്നോട് തന്നെ ചോദിക്കാമല്ലോ. കേട്ടോ മഹേഷ്, ഇവള് വിവാഹമേ വേണ്ടാന്ന് വെച്ച് നടക്കുമായിരുന്നു. എന്തിനാ വിവാഹം ചെയ്യാതെ കഴിയായിരുന്നല്ലോ എന്നൊക്കെ. അപ്പോൾ അനുഗ്രഹം ചോദിച്ചു, അമ്മ വിവാഹം ചെയ്തിട്ട് എന്തായി? നിന്നെപ്പോലൊരു അരുമക്കിളിയെ കിട്ടിയില്ലേ? എന്തായാലും അനുഗ്രഹം കെട്ടിക്കാൻ നമുക്കൊരാളെ കണ്ടെത്താം എന്ന് മഹേഷ് പറഞ്ഞപ്പോൾ ഇവള് കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ അനുഗ്രഹ പറഞ്ഞു, എൻ്റെ നിലപാടുകളെ തിരുത്തുകയാണ്. അപ്പോൾ അരുന്ധതി പറഞ്ഞു, മോള് തന്നെ പ്രസൻറ്റ് ചെയ്തോ? നേരിട്ട് പറയാവോ എന്നറിയില്ല. വിനോദുമായിട്ട് എനിക്കുള്ളത് നല്ല സൗഹൃദമായിരുന്നു മഹേഷേട്ടാ. പക്ഷേ ആ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ തുടങ്ങി എൻ്റെ മനസ്സ്. വിനോദല്ല, ഞാനാണ് അങ്ങനെ തുടങ്ങിയത്. എനിക്ക് വിനോദിനെ വിവാഹം ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്ന് അനുഗ്രഹ പറഞ്ഞു. അമ്മ കുറച്ച് കഷ്ടമാണ് കേട്ടോ, എന്നെക്കൊണ്ട് പെണ്ണ് നേരിട്ട് ചെറുക്കനെ ചോദിക്കുക കഷ്ടമാണ് കേട്ടോ എന്നൊക്കെ അനുഗ്രഹ ചളിപ്പ് കാരണം പറയുകയാണ്. ഇവള് 2 ദിവസം മുമ്പാണ് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. മഹേഷേട്ടനല്ലേ വിനോദിൻ്റെ വിവാഹം നടത്തി കൊടുക്കുക. അതുമല്ല, മഹേഷിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിനോദ് എന്തായാലും കെട്ടുമെന്നും പറഞ്ഞിരുന്നു. എൻ്റെ അസറ്റ് എന്ന് പറയുന്നത് ഡൽഹിയിലൊരു വില്ലയുണ്ട്, നാട്ടിൽ 2 ഏക്കർ ഭൂമിയുണ്ട്, പിന്നെ അത്യാവശ്യം ബാങ്ക് ഡെപ്പോസിറ്റ്. ഇതൊന്നും എന്നോട് പറയണ്ടല്ലോ. സ്ത്രീധനമല്ല, സ്ത്രീയല്ലേ ധനം. അല്ല, മഹേഷിൻ്റെ അഭിപ്രായം എന്താ? ഞാൻ വളരെ ഹാപ്പിയാണ്. അനുഗ്രഹം നല്ല കുട്ടിയല്ലേ. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവരുടെ വിവാഹം നടത്തി കൊടുക്കാം, ഞാൻ വിനോദമായിട്ട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് അങ്ങ് പോവാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് അരുന്ധതി. എന്തായാലും സമാന്തരമായി മറ്റൊരു വിവാഹക്കാര്യവും ചർച്ച ചെയ്യപ്പെടുകയാണ്. നമ്മുടെ പ്രിയാമണിയും പ്രഭുമാഷും കൂടി വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പതുക്കെ സുചിത്രയും ഇഷിതയും കൂടെ പമ്മി വരികയാണ്. അമ്മേ, ആ വിവരം അച്ഛനോട് പറയണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അതെന്താ ഇപ്പോൾ പറയാനൊരു ഇടനിലക്കാരൻ, നിങ്ങൾക്കെന്നോടെന്തെങ്കിലും പറയണമെങ്കിൽ ഇടനിലക്കാരുടെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇഷിത പറഞ്ഞു, വിവാഹക്കാര്യമാണ്. വിവാഹക്കാര്യം ആർക്ക്? അത് സുചിത്രയ്ക്ക്. സുചിത്രേ, അതിന് നിനക്കുള്ള പ്രായമൊക്കെ ആയോ എന്ന് മാഷ് ഇങ്ങനെ ചോദിക്കുകയാണ്. ആയില്ലേ? എങ്കിലായി, നമുക്ക് വേണമെങ്കിൽ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവളൊരാളെ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് ഇഷിത പറഞ്ഞു കേട്ടോ.
ഒന്നും അറിയാത്ത പോലെയാണ് പ്രഭുമാഷ് സംസാരിക്കുന്നത്. ഇതിനു മുമ്പ് ഈ വിനോദിൻ്റെ കാര്യമൊക്കെ ഇവർ ചർച്ച ചെയ്തിട്ടുണ്ട്. സുചിത്ര ഒരു കാളെ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ സ്വയം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് നടത്തണം. ഞാനിനിയിപ്പോൾ എന്തിനാണ് ഒരു വിവാഹ ക്ഷണപത്രിക തന്നാൽ വരണോ വരണ്ടയോ എന്ന് ഞാൻ വേണം തീരുമാനിക്കാം. ക്ഷണക്കത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? സുചിത്രയാണ് പേടിച്ചരണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ. ഇവൾക്ക് ഒരാളെ ഇഷ്ടമാണെന്ന്. അതിപ്പോൾ വലിയ കുറ്റമാണോ മാഷേ? ഇതൊക്കെ പണ്ട് നമ്മളും ചെയ്തിട്ടുള്ളതല്ലേ എന്ന് പ്രിയാമണി ചോദിച്ചപ്പോഴേക്കും ഇഷിത പറഞ്ഞു, അച്ഛാ അല്ല സുചിത്രയുടെ സപ്പോർട്ടല്ലേ എന്ന് ചോദിച്ചപ്പം ആന്നേ അച്ഛൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ആണോ സുജി? ഞാൻ സമ്മതിച്ചാലേ ഇത് നടക്കുകയുള്ളോ? അപ്പോഴേക്കും സുചിത്ര പറഞ്ഞു, അതെ ഇളയച്ച സമ്മതിച്ചാലേ നടക്കുകയുള്ളൂ. അപ്പം നിൻ്റെ പ്രണയത്തിന് എന്താടി വില? ആരെതിർത്താലും നടത്തും എന്നൊന്ന് പറയണ്ടേ? എന്നാൽ ശരി, ആരെതിർത്താലും ഞാൻ ആ കല്യാണം കഴിക്കും. ഇളയച്ചന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ആ ചെറുക്കനെ കെട്ടിയിരിക്കും എന്ന് സുചിത്ര പറയുക കേട്ടോ. എന്നാ കൈകൊട് പ്രിയേ, വിനോദമൊക്കെ അല്ലേ? ഓക്കെ. എന്നാൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതെ, രാമനാഥൻ ചേട്ടനുമായിട്ട് സംസാരിക്കണം. നിങ്ങളല്ലേ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഇഷിത പറഞ്ഞു, അച്ഛാ ഇപ്പം സംസാരിക്കണ്ട. സത്യത്തിൽ മഹേഷാണ് വിനോദിൻ്റെ കാര്യം തീരുമാനിക്കേണ്ടത്. വിനോദ് ഏട്ടനെയാണ് ആ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. മഹേഷ് ഇപ്പം നല്ല ടെൻഷനിലാണ്. കമ്പനിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, അതിൻ്റെ പ്രശ്നം കഴിഞ്ഞാൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ആകാം. സുജി സന്തോഷമായോ? ആയി. എന്നാൽ അതിൻ്റെ സന്തോഷത്തിനായിട്ട് ഇന്നത്തെ ആഹാരം സുജി ഉണ്ടാക്കട്ടെ. എൻ്റെ പൊന്നച്ചാ ചതിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇഷിത ചങ്കത്ത് കൈവയ്ക്കുക. ഇതിലും ഭേദം കല്യാണം വേണ്ടെന്നാ സുജി ആലോചിക്കുകയുള്ളൂ. ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ അരുന്ധതി ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുകയാണ്. അനു ട്രെയിനിങ്ങിന് പോയേക്കാണ്, ജോലിക്ക് പോയിരിക്കുകയാണ്. പെണ്ണിന് ജോലിക്കായൊക്കെ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു. അപ്പോഴേക്കും അനുഗ്രഹം വന്നു കേട്ടോ. നിന്നെ കാണാനാണ് ഓടിയെത്തിയത്. നീ എപ്പോഴത്തേക്കും കമ്പനി പോയോ? എൻ്റെ പൊന്നമ്മ, എൻ്റെ അമ്മയപ്പനാണോ ഈ കമ്പനി കാര്യങ്ങൾ നോക്കുന്നത്? ഞാൻ അമ്മ വന്നേ പിന്നെ എത്ര ദിവസം ട്രെയിനിങ് മുടങ്ങിയെന്നറിയോ? അതാ ഇന്ന് പോയി തല കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞത്. ചെന്നൊപ്പിട്ടു, എക്സിക്യൂട്ടീവിനെ സോപ്പിട്ടു, തിരിച്ചു പോന്നു. മാത്രമല്ല തുറമുഖത്ത് തന്നെ ജോലി കിട്ടണ്ടേ? എൻ്റെ ചെക്കൻ ഇവിടെയല്ലേ? അപ്പോൾ വിനോദിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്ന വഴി നോട്ടീസ് വിതരണം ചെയ്തായിരുന്നോ? അതെന്താ കൺഫേം അല്ലേ? അല്ല അവൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിലോ? അല്ല ഞാനറിയാതൊരു പെണ്ണ് അവൻ്റെ മനസ്സിലുണ്ടാവുമോ അമ്മേ? അവൻ എന്നോടെല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ വീടും കുടുംബവും പണ്ടത്തെ അവൻ്റെ ലൈഫും അങ്ങനെ എല്ലാം ഞങ്ങൾ തുറന്ന് സംസാരിച്ചിട്ടുള്ളതാണ്. അവൻ അങ്ങനെ ഒരു പെണ്ണൊന്നുമില്ല. എന്തായാലും വിനോദിനോട് സംസാരിച്ചതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. പിന്നെ ഞാൻ ആരെ അറിയിക്കാമെന്നറിയോ? സുചിത്രയെ. അതെ, അവർക്കൊക്കെ എന്നെ വലിയ ഇഷ്ടമാണ്. സുചിത്ര എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ മാഷച്ചൻ, അവിടുത്തെ അമ്മ, അവർക്കൊക്കെ എന്നെ ഒത്തിരി ഇഷ്ടമാണ്. കാരണം എന്താണെന്നറിയോ? എൻ്റെ അമ്മ എന്നെ വളർത്തിയ രീതി, എന്നെ പഠിപ്പിച്ചത്, എന്നെ മലയാളം നന്നായിട്ട് പഠിപ്പിച്ചു, സംസ്കാരങ്ങൾ പഠിപ്പിച്ചു. അതൊക്കെയാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്. ഒരു പെൺകുട്ടി എന്താകണം എന്ന് അമ്മ എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് അപ്പോൾ എല്ലാ ക്രെഡിറ്റും അമ്മയ്ക്കാണ്. അപ്പം നിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു കേട്ടോ. വിവാഹം വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നല്ലോ. അപ്പോഴേക്കും അനു പറഞ്ഞു, എനിക്കേട്ടൊരു ഗന്ധർവൻ ഇറങ്ങി വന്നാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് അങ്ങോട്ട് സമ്മതിച്ചു. കാല് തെറ്റി വീണു. എന്തായാലും ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അങ്ങനെ പറഞ്ഞപ്പോഴും അനുവിനൊരു പേടിയുണ്ട് കേട്ടോ. അമ്മേ, മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ? എന്താ നിനക്ക് എന്നോട് പറയാൻ പാടില്ലാത്തത്? അച്ഛനോട് നമുക്ക് പറയണ്ടേ അമ്മേ? അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല. വിവാഹപ്പന്തലിൽ നിൽക്കുമ്പോൾ എല്ലാവരും ചോദിക്കില്ലേ ഈ കുട്ടിക്ക് അച്ഛനില്ലേന്ന്? നിനക്ക് അച്ഛനുണ്ട്, അദ്ദേഹത്തിന് വേറെ ഭാര്യയുണ്ട്. നീ അദ്ദേഹത്തിൻ്റെ മകളല്ല എന്ന് ഞാൻ പറയില്ല. നിനക്ക് ആഗ്രഹം കാണും അച്ഛൻ്റെ കാൽ തൊട്ട് ദക്ഷിണ വാങ്ങിക്കണമെന്ന്. എല്ലാം എൻ്റെ മോൾക്ക് തന്നെ തീരുമാനിക്കാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അങ്ങ് പോവാണ്. എന്തായാലും അമ്മയുടെ മുഖം വാടിയതും മനസ്സ് സങ്കടപ്പെട്ടതും അനുഗ്രഹം കണ്ടു കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഷിതയാണ്. ചിപ്പിമോൾ ഇഷിതക്കരികിലേക്ക് വരികയാണ്. ഹോംവർക്ക് ചെയ്തോ എന്നൊക്കെ ചോദിക്കുകയാണ്. പാല് കുടിച്ചോ? ഗുഡ് ഗേൾ. അതെ, ഗുഡ് ഗേൾ അല്ല, ഗുഡ് മോർണിംഗ്. അല്ല അമ്മ എന്ത് ചെയ്യുക? അപ്പോഴേക്ക് ഇഷിത പറഞ്ഞു, ഇഷിത ലാപ്പിലെന്തോ പരിപാടിയായിരുന്നു കേട്ടോ. അമ്മ പഠിക്കുക. അമ്മ പഠിച്ചു കഴിഞ്ഞതല്ലേ? അതെ, സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്നത് ബേസിക് നോളേജിന് വേണ്ടിയിട്ടാണ്. അമ്മ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇവിടെ ഇരിക്കുക. COVID-19 എന്ന രോഗത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. അത് ആദ്യം എന്താണെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് ആൾക്കാർ പഠിച്ചു, അതിനെ പ്രതിരോധിക്കാനുള്ള മരുന്ന് കണ്ടുപിടിച്ചു. അമ്മ മരുന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണോ? മരുന്ന് കണ്ടുപിടിക്കുകയല്ല, അമ്മയുടെ ഹോസ്പിറ്റലിൽ മോളെപ്പോലൊരു കുട്ടിയുണ്ട്. അതിന് പനി മാറുന്നില്ല. അമ്മ പലതും നോക്കി ഏതാ വൈറസ് എന്ന് മനസ്സിലാവുന്നില്ല. ആ സിംറ്റമുള്ള ഏതെങ്കിലും രോഗത്തെക്കുറിച്ച് ഏതെങ്കിലും മെഡിക്കൽ റിപ്പോർട്ടിലുണ്ടോ എന്ന് നോക്കുകയാണ്. ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണ്ടേ? ഓ അങ്ങനെയാണോ? അല്ല, ഇന്നത്തെ സ്കൂൾ വിശേഷം എന്താണ്?
ഇന്ന് ഡിറ്റേഷൻ ഇട്ടു, എനിക്ക് 100 മാർക്കും കിട്ടി. ഞാനും സൂരജേട്ടനും അവിടുത്തെ കൂട്ട്. അപ്പോൾ ആദ്യേട്ടൻ ഞങ്ങളോട് കൂട്ടുകൂടില്ല. ആദ്യേട്ടൻ ബാടാ. ആദ്യേട്ടന് കുറേ കൂട്ടുകാരുണ്ട്, തല്ലിപ്പൊളികളാണ്. അപ്പോൾ ഏട്ടനെക്കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. മോളുടെ സ്വന്തം ഏട്ടനല്ലേ, മോള് വേണം ഏട്ടനെ ഗുഡ് ഏട്ടനാക്കി മാറ്റാനായിട്ട്. ആദ്യേട്ടൻ ബാടാണെന്ന് ഡാഡിയോട് പറയരുത് കേട്ടോ, ഡാഡിക്ക് അത് വിഷമാകും. ഡാഡിക്ക് ആദ്യം ചിപ്പിയും ഒരുപോലെയാണ്. എന്താ അമ്മയും മോളും കൂടെ സല്ലാപം എന്ന് ചോദിച്ചുകൊണ്ട് മഹേഷ് വന്നു കേട്ടോ ഓഫീസിൽ നിന്ന്. എന്തായാലും ചിപ്പിക്ക് ഒരു ചോക്ലേറ്റും ഒക്കെ ആയിട്ടാണ് വന്നത്. എന്നും ഇങ്ങനെ ചോക്ലേറ്റ് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്തായാലും ഇന്നിപ്പോൾ കഴിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പിക്ക് അത് കൊടുത്തു കേട്ടോ. അതെ, മോള് പറയുന്നത് കേട്ട് ഡാഡി തുള്ളണ്ട കേട്ടോ. എന്തായാലും ചിപ്പി അങ്ങ് പോയി കേട്ടോ. ചിപ്പി പോയി കഴിഞ്ഞപ്പോഴേക്കും മഹേഷ്, കൈലാസേട്ടൻ്റെ ചാപ്റ്റർ നമുക്ക് ക്ലോസ് ചെയ്യണ്ടേ? 25 ലക്ഷത്തിൻ്റെ ചെക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ചെക്ക് എടുത്ത് കൊടുക്കുക അവൾ. തൻ്റെ സമ്പാദ്യം ഇങ്ങനെ കളയണോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെ, ഇപ്പം നമ്മുടെ ആവശ്യം കൈലാസേട്ടനെ രക്ഷിക്കുക എന്നുള്ളതാണ്. കാശ് ഇനിയും വരുമല്ലോ. മാത്രമല്ല കൈലാസേട്ടനെ അറസ്റ്റ് ചെയ്താൽ എന്തായിരിക്കും ഇവിടുത്തെ ആ ഒരു അവസ്ഥ? അപ്പോൾ മഹേഷ് പറഞ്ഞു, ഞാനൊരു 15 lakhs എടുത്ത് വെച്ചിട്ടുണ്ട്, എന്നാൽ ഈ ചെക്ക് കൂടി അങ്ങ് വെച്ചോ. അങ്ങനെ അവൻ്റെ ബാഗിലേക്ക് ആ ചെക്ക് എടുത്ത് വെക്കുകയാണ്. എന്തായാലും നമ്മുടെ സ്വപ്നവല്ലിയ സോപ്പിട്ട് ചാക്കിട്ടാട്ട മഹേഷിൻ്റെ കയ്യിൽ നിന്ന് കാശ് തട്ടാനായിട്ട് ഈ മഞ്ജുമയും കൈലാസും കൂടെ നിൽക്കുന്നത്. മഞ്ജുമയാണെങ്കിൽ ഭർത്താവിനെ രക്ഷിക്കണമെന്നൊരു ആ ഒരു രീതിയിലാണ്, ആ ഒരു മോട്ടീവിലാണ് പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുന്നത്. മാത്രമല്ല മഹേഷ് എന്താ കാശിൻ്റെ കാര്യമൊന്നും പറയാത്തത്, ഞങ്ങൾക്ക് സഹായത്തിന് വേറെ ആരാ ഉള്ളത് എന്നൊക്കെ സ്വപ്നവല്ലിയോട് ഇങ്ങനെ ചോദിക്കുക. അവന് എത്ര രൂപ വരുമാനം ഉള്ളതാ? കാശിൻ്റെ കാര്യമൊന്നും പറയരുത്. അവൻ്റെ കടബാധ്യത എത്രയാണെന്ന് നിനക്കറിയാവോ? നിൻ്റെ വിവാഹത്തിൻ്റെ പേരിലും ഉണ്ട്. എല്ലാം അവനൊന്ന് തീർത്ത് വരുന്ന സമയമായത്. ആ സമയത്താണ് അവനൊന്ന് നിവർത്തി വരുന്നതേ ഉള്ളൂ. അപ്പം കൈലാസ് പറഞ്ഞു, അത് എന്നെ അറസ്റ്റ് ചെയ്യുന്നുള്ള ഭയത്തിലായി ഇവൾ ഓരോന്ന് പറയുന്നത്. ഞാൻ ജയിലിൽ കിടന്നോളാം, കുഴപ്പമൊന്നുമില്ല. അപ്പം മഞ്ജിമ പറഞ്ഞു, അവൻ്റെ കൈ കാശില്ലാഞ്ഞിട്ടല്ല, അവൾ സമ്മതിക്കാഞ്ഞിട്ടാ ഡോക്ടർ ഇഷിത, അവളുടെ തലയണ മന്ത്രമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അമ്മ നോക്കിക്കോ, നാളെ ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ 2 പേരെയും അവനെ കൊണ്ട് അവളെ ഇറക്കി വിടിപ്പിക്കും. എന്തായാലും ആ സമയത്താണ് നമ്മുടെ മഹേഷ് അങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും ചെക്കുമായിട്ടാണ് വന്നത്. അളിയന് കൊടുത്തു തീർക്കാനുള്ള 40 ലക്ഷമാണ് ഇത്, അതിൻ്റെ ചെക്കാണെന്നും പറഞ്ഞ് കൊടുക്കുക കേട്ടോ. കൈലാസ് അത് ചാടി മേടിച്ചു. താങ്ക് യു. അപ്പോഴേക്കും നമ്മുടെ മഞ്ജിമ പറഞ്ഞു, അമ്മ കണ്ടോ സഹോദരിയോടുള്ള അവൻ്റെ സ്നേഹം കണ്ടോ? ഭാര്യ വന്ന് കയറിയവള, അവൾ കൊടുക്കണ്ടെന്ന് പറഞ്ഞാലും സഹോദരൻ അവൻ്റെ കടമ ചെയ്യും. അപ്പോഴേക്കും മഹേഷ് ചോദിച്ചു, ഇഷിതയെക്കുറിച്ചാ? ശരിയാ, അവൾ പറയും കാശ് വെറുതെ കളയണ്ടായെന്ന്. അളിയാ, ഞാൻ തന്ന 2 ചെക്കിൽ 15 ലക്ഷം എൻ്റേതാണ്, 25 ലക്ഷം ഇഷിത തരാൻ പറഞ്ഞതാണ്, ഇഷിതയുടെ സ്വന്തം കാശാണ്. ഇത് കേട്ട് മഞ്ജിമയും സ്വപ്നവലി ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്ത് കാര്യം വന്നാലും ഇഷിതയുടെ മേലെ ആരോപണം എടുത്ത് വെച്ചേരേട്ടോ. അപ്പോഴേക്കും ഇഷിത അങ്ങോട്ടേക്ക് വരികയാണ്. ഇഷിത, വലിയ ഉപകാരം, മറക്കില്ല കേട്ടോ. ഇഷിതയെപ്പോലൊരു നാത്തൂനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. അപ്പോഴേക്കും അളിയാ, എന്തായാലും പെങ്ങളാണ് ജയിലിൽ നിന്ന് എന്നെ രക്ഷിച്ചത്. എൻ്റെ അമ്മയുടെ പിറക്കാതെ പോയ മകളാണ് ഇഷിത, എൻ്റെ പെങ്ങളാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, എന്തിനാ ഇങ്ങനെയൊരു നന്ദി പ്രകടനം? കുടുംബത്തിലൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ തമ്മിൽ പരസ്പരം സഹായിക്കേണ്ടവരല്ലേ? സ്വപ്നവല്ലി പറഞ്ഞു, നമുക്ക് കഴിക്കാം. അതെ, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. മഹേഷ് ഇരുന്ന് ഫ്രഷ് ആവാനായിട്ട് പോയി. മാത്രമല്ല ഇഷിതയ്ക്ക് കുറച്ച് ജോലിയുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് പിന്നെ കഴിച്ചോളാം, നിങ്ങൾ കഴിച്ചോളാം പറഞ്ഞു. അങ്ങനെ ഇഷിതയും മഹേഷും പോയി. മഞ്ജിമയും സ്വപ്നവലിയും ആഹാരം എടുക്കാനായിട്ടും പോയി. അപ്പോൾ ആ ചെക്കുമായിട്ട് കൈലാസ് ഇങ്ങനെ നിൽക്കുകയാണ്. 40 ലക്ഷം, 25 ലക്ഷം അവൾ എനിക്ക് തന്നു, എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നൊക്കെ മനസ്സിലാലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സിയോഗി, താങ്ക് യു.